കൊച്ചിയിലെ പെട്രോനെറ്റ് LNG ടെർമിനൽ അടുത്ത വർഷം കമ്മീഷൻ ചെയ്യുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. ടെർമിനലിൽ ഉപയോഗിക്കാനുള്ള പ്രകൃതിവാതകം ഖത്തറിൽ നിന്ന് ഇറക്കുമതി ചെയ്യുമെന്ന് പെട്രോളിയം സെക്രട്ടറി S. സുന്ദരേശൻ പറഞ്ഞു. ഇതിന്റെ വിലനിർണ്ണയം സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. കൊച്ചി LNG ടെർമിനലിൽ യന്ത്രോപകരണങ്ങൾ സ്ഥാപിക്കുന്നതടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ വർഷം ഡിസംബറോടെ പൂർത്തീകരിക്കുമെങ്കിലും അടുത്ത വർഷം അവസാനത്തോടെ മാത്രമേ ടെർമിനൽ പ്രവർത്തനക്ഷമമാകൂ. കൊച്ചി ടെർമിനലിന്റെ ആവശ്യം പരിഗണിച്ച് 40 ലക്ഷം ടൺ പ്രകൃതിവാതകം കൂടി ഖത്തറിൽ നിന്ന് ഇറക്കുമതി ചെയ്യാനാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. ഇതിന്റെ വിലനിർണ്ണയം സംബന്ധിച്ച ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്ന് കേന്ദ്ര പെട്രോളിയം സെക്രട്ടറി S. സുന്ദരേശൻ പറഞ്ഞു. 2011 എൻഡിൽ എന്തായാലും തീർച്ചയായിട്ടും റെഡിയാകുന്നതാണ് ഇപ്പോൾ പ്രതീക്ഷ. അവിടേക്കാണ് ഇപ്പോൾ ഖത്താറിന്റെ കൂടെ ഗ്യാസിന്റെ കാര്യം ചർച്ച ചെയ്തിട്ടുള്ളത്. അത് റെഡിயான സമയത്ത് ഖത്താറിൽ നിന്ന് ഗ്യാസ് അവിടെ വരും. നിലവിൽ രാജ്യത്തെ വിവിധ പ്രകൃതിവാതക ടെർമിനലുകൾക്കായി 75 ലക്ഷം ടൺ പ്രകൃതിവാതകമാണ് ഖത്തറിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. 6ാമത് ഏഷ്യ ഗ്യാസ് പാർട്ണർഷിപ്പ് ഉച്ചകോടിക്കായി ഡൽഹിയിലെത്തിയ ഖത്തർ പെട്രോളിയം മന്ത്രിയുമായി പ്രകൃതിവാതക ഇറക്കുമതി സംബന്ധിച്ച ചർച്ചകൾ നടക്കും. ഗുജറാത്തിലെ ദാഹേജ് LNGയുടെ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കലും അടുത്ത വർഷം പൂർത്തിയാകും. കൊച്ചി LNG ടെർമിനൽ കൂടി പ്രവർത്തനക്ഷമമാകുന്നതോടെ രാജ്യത്തിന്റെ പ്രകൃതിവാതക ശേഷി പ്രതിവർഷം 2 കോടി മെട്രിക് ടണ്ണാവുമെന്നാണ് കണക്കുകൂട്ടൽ. മനോരമ ന്യൂസ്.